ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ദിക്റിന്റെ മഹത്വത്തെക്കുറിച്ച് തന്റെ അദ്കാറിൽ വിശദമായി വിവരിക്കുന്നുണ്ട്. ഇമാം അബൂദാവൂദ് തുർമുദി ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലുന്നവന് ഒരാപത്തും സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും ആയുധമാക്കി ചേർത്ത് പിടിക്കുകയാണ് ഈ ദിക്ർ. ആകാശഭൂമികളിൽ നിന്നുണ്ടാകുന്ന മുഴുവൻ വിപത്തുകളെയും പടച്ചവന്റെ നാമങ്ങൾ കൊണ്ടാണ് തടുത്തു നിർത്തുന്നത്. സ്വന്തം വികാരങ്ങൾ, പൈശാചിക ഇടപെടലുകൾ മുതൽ ആകാശത്ത് നിന്നിറങ്ങുന്ന അപകടങ്ങൾ അടക്കം എല്ലാ പ്രയാസങ്ങളും ഈ ദിക്ർ അർത്ഥമാക്കുന്നുണ്ട്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ ഈ ദിക്ർ ഇസ്മുൽ ആലം ഉൾക്കൊണ്ടതാണെന്ന് പറയുന്നുണ്ട്. തന്റെ ഹിസ്ബുന്നൂറിൽ അടക്കം ഈ ദിക്ർ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിരവധി വരികൾ കാണാം. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഒരു ഗ്രാമവാസി നബിക്കരികിൽ വന്നു പറഞ്ഞു, നബിയെ, എനിക്ക് സുഖമില്ല, അന്നവും വെള്ളവുമൊന്നും എന്റെ ആമാശയത്തിൽ നിൽക്കുന്നില്ല, എനിക്ക് ആരോഗ്യത്തിന് നിങ്ങൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നീ കുടിക്കുകയും തിന്നുകയും ചെയ്യുമ്പോൾ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് ചൊല്ലുക, ഒരു പ്രയാസവും നിന്നെ ബാധിക്കില്ല. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് 40 ദിവസം തുടർച്ചയായി തന്റെ അടിമ പെണ്ണ് വിഷം നൽകിയിട്ടും അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല. മേൽ ദിക്ർ പതിവാക്കുന്ന സ്വഭാവക്കാരനായിരുന്നു മഹാനവറുകൾ. അദ്ദേഹത്തോട് അടിമ പെണ്ണ് ചോദിച്ചു, നിങ്ങൾ ഏത് വർഗത്തിൽപ്പെട്ട ആളാണ്? 40 ദിവസം ഞാൻ നിങ്ങൾക്ക് വിഷം തന്നിട്ടും നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനെ സ്മരിക്കുന്നവരെ അള്ളാഹു പ്രയാസപ്പെടുത്തില്ല. ഞാൻ ഇസ്മുൽ ആലം പതിവായി ചൊല്ലാറുണ്ട്. അടിമപ്പെണ്ണ് ചോദിച്ചു, നിങ്ങൾ ചൊല്ലുന്ന ദിക്ർ ഏതാണ്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ ചൊല്ലി കേൾപ്പിച്ചു. ശേഷം മഹാനവറുകൾ ആ അടിമപ്പെണ്ണിനോട് ചോദിച്ചു, ഈ ക്രൂരത ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ച കാരണം എന്താണ്? അടിമപ്പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ അടിമയാക്കി വെച്ചതിലുള്ള ദേഷ്യം തന്നെ. ഇത് കേട്ട അബൂദർദാ അവളെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. മഹാനായ അബുൽ ഹസൻ ഷാദുലിയുടെ ഹിസ്ബുൻ നസ്റിലെ ബിസ്മില്ലാഹി ബാബുന വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ദാവൂദ് ഷാദുലി എഴുതി, അടിമക്കെല്ലാം തുറന്നു തന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഏതൊന്നിന്റെ തുടക്കത്തിലും അവൻ അള്ളാഹുവിനെ പറയണം. അതായത് ബിസ്മില്ലാഹി, അള്ളാഹുവിൽ നിന്നാണ് എല്ലാറ്റിന്റെയും തുടക്കമെന്ന് നിരന്തരം അടിമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ വിശ്വാസം തളിർക്കും, കരുത്തു നേടും. അള്ളാഹുവിന്റെ നാമങ്ങൾ പറയുന്നിടത്തെല്ലാം ബറക്കത്ത് വർദ്ധിക്കും, കുറവുള്ളതിൽ വർധനവുണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ രോഗിയായി. അള്ളാഹു പറഞ്ഞു, അങ്ങകലെയുള്ള ഗുഹയിൽ ഒരു സസ്യമുണ്ട്, നിങ്ങളുടെ രോഗത്തിന് ശമനം അവിടെയുണ്ട്. മൂസാ നബി ഗുഹയിലെത്തി. അള്ളാഹു നിർദ്ദേശിച്ച ആ സസ്യം ഉപയോഗിച്ചു, രോഗത്തിന് ശമനം ലഭിച്ചു. മറ്റൊരു സമയത്ത് ഇതേ രോഗം മൂസാ നബിക്ക് വീണ്ടും പിടിപെട്ടു. മൂസാ നബി അലൈഹിസ്സലാം പ്രസ്തുത ഗുഹയിലെത്തി. തന്റെ രോഗത്തിന് മുമ്പ് ഉപയോഗിച്ച അതേ സസ്യം തന്നെ വീണ്ടും ഉപയോഗപ്പെടുത്തി. പക്ഷെ ഫലം കണ്ടില്ല. മൂസാ നബി റബ്ബിനോട് ചോദിച്ചു, പടച്ചവനെ, ഒരേ രോഗം തന്നെയല്ലേ, എന്താണ് ഫലം കാണാത്തത്? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ആദ്യം ഗുഹയിൽ പോയത് എന്റെ സമ്മതത്തോടു കൂടിയാണ്, അപ്പോൾ ഫലം കണ്ടു. രണ്ടാമത് പോയത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, അതാണ് ഫലം ലഭിക്കാതെ പോയത്. മൂസാ നബിയെ, ദുനിയാവ് മുഴുവനും വിഷമാണ്, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മി ചൊല്ലി ഉഗ്രവിഷം കുടിച്ചതും ഒരു പ്രയാസവും ഏൽക്കാതിരുന്നതും പ്രസിദ്ധമായ സംഭവമാണ്. മഹാനായ അബാൻ ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നവർ ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചു, ഓരോ ദിവസത്തിലും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലുന്നവന്ന് ഒരു പ്രയാസവും ഏൽക്കുകയില്ല. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബാൻ ബിൻ ഉസ്മാൻ റളിയല്ലാഹുവിന് തന്നെ തളർവാദം പിടിപെട്ടു. പിന്നീട് അദ്ദേഹത്തെ കണ്ട ഒരാൾ ആശ്ചര്യത്തോടു കൂടി നോക്കി. തന്നെ നോക്കിയ ആളോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അയാൾ പറഞ്ഞു, ബിസ്മില്ലാഹി എന്ന ദിക്ർ ചൊല്ലുന്നവൻ ഒരു പ്രയാസവും വരില്ല എന്ന ഹദീസ് നിങ്ങൾ ഉദ്ധരിച്ചതല്ലേ, പിന്നെ നിങ്ങൾക്ക് തളർവാദം പിടിപെട്ടതെങ്ങനെ? അബാൻ ബിൻ ഉസ്മാൻ പറഞ്ഞു, ഞാൻ രോഗിയായ ദിവസം ആ ദിക്ർ ചൊല്ലാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അള്ളാഹു അവന്റെ തീരുമാനം നടപ്പിലാക്കാനായിരിക്കും എനിക്കന്ന് ദിക്ർ ചൊല്ലാൻ കഴിയാതിരുന്നത്. ഇങ്ങനെ നിരവധി മഹത്വങ്ങളുടെ കലവറയാണ് ഈ ദിക്ർ പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.